ആ ഹലോ, അവന്മാർ ഒരു ഫ്ലെക്സ് കീറിയാൽ നമ്മൾ 4 ഫ്ലെക്സ് അവിടെ വെക്കണം. ഇവിടെ അങ്ങോട്ട് ഇനിയിപ്പോൾ 2 എണ്ണം കീറിയാൽ 8 എണ്ണം അങ്ങോട്ട് വെക്കണം. ആ കണക്കിന് അങ്ങോട്ട് ഫ്ലെക്സ് വാരി നിരത്ത്. പിന്നെ നിന്നെയൊക്കെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ല പിന്നെ ആ ഫ്ലെക്സ് കീറിയെന്ന് പറഞ്ഞിട്ട് വന്ന് കീറാൻ നിൽക്കുന്നു. ആ ഒരു മിനിറ്റ് എടാ. ആ താഴെ ചുമച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അസ്വസ്ഥയാണ്. എന്തിനാ അസ്വസ്ഥത? എന്നെ കഞ്ഞി അളിയനെന്ന് വിളിച്ചു. ഞാൻ രാജിവെക്കുന്നു. എൻ്റെ ഈ പിഞ്ചല മനസ്സിനെ നുള്ളി നോവിപ്പിച്ചു. ഇതാ എൻ്റെ രാജിക്കത്ത്. രാജികത്ത് നമ്മൾ സ്വീകരിക്കില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ എന്റെ ലെവലിലേക്ക് ഉയർന്നു വരണം. എനിക്ക് ആരുടെ ലെവലും തറയാകാനൊന്നും എനിക്ക് പറ്റത്തില്ല. തറയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ ലെവലിലേക്ക് ഉയർന്നു വരണമെന്ന്. ഞാൻ പോകുന്നു. എന്നെ വിട്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു. എന്നെ വിട്. ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. സോറി, ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിടിക്കുകയായിരിക്കും. താൻ പോകാൻ വരട്ടെ. ഇപ്പൊ തന്റെ പ്രശ്നം എന്താണിത്? ഞാൻ അസ്വസ്ഥയാണ്. നമ്മൾ പരിഹരിക്കും, പരിഹാരം ഉണ്ടാക്കും. എന്റെ പിഞ്ചലം മനസ്സ് നൊന്തോന്നേ, വേദനിച്ചു എനിക്ക് അങ്ങ് വല്ലാണ്ട്. എടോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇതൊക്കെ ധൈര്യത്തോടെ നിന്ന് നേരിടണം. എങ്ങനെ? പിണറായി വിജയൻ സഖാവ് ഇപ്പൊ നേരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും മിണ്ടാതിരുന്ന് നേരിടണ പോലെ ഞാൻ ഇന്ന് നേരിടണമെന്നോ? സഖാവ് മിണ്ടാതിരിക്കുന്നതല്ല, പുലി പതുങ്ങുന്നത്. അതെ അതെ, കണ്ട വഴി ഓടാനല്ലേ, കുതിക്കാനാണ് കേട്ടോ. കുതിക്കാനുള്ള കാര്യമൊന്നും ഇവിടെ പറയണ്ട ആരും. താൻ വെറുതെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, ഞാൻ വന്നപ്പോൾ ഇവിടെ ഫ്ലക്സിന്റെ കാര്യം ഒന്ന് പറയുന്ന കേട്ടല്ലോ, എന്തായിരുന്നു അത്? അതെ, എനിക്ക് പറയാനുണ്ട്. ആ, എനിക്ക് കേൾക്കാനുണ്ട്. പറയൂ. ഫ്ലെക്സ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, ആറ്റുകാൽ പൊങ്കാലയാണല്ലോ ആണല്ലോ നമ്മുടെ സഖാവിന്റെ പിണറായി വിജയൻ സഖാവിന്റെ, നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന് എന്താ ആറ്റുകാൽ പൊങ്കാല കാര്യം? ആറ്റുകാൽ എന്താ കാര്യം? ആറ്റുകാലില് സഖാവിന് എന്താ കാര്യം? സഖാവിന്റെ സർക്കാർ 2.5 കോടി കൊടുത്തു അമ്പലത്തിലേക്ക്. അതിന്റെ ഒരു ഫ്ലെക്സ് നമ്മൾ സഖാവിന്റെ സർക്കാരോ? ഏത് ചകാവിന്റെ ചക്കാര്? ഏത് ചകാവിന്റെ ചക്കാര്? ജനത്തിന്റെ സർക്കാർ എന്ന് പറയേ. അപ്പൊ അതുവരെ മറന്നു. ജനങ്ങളുടെ ആണ്, ജനങ്ങളുടെ ആണ്. നമ്മള് മുഖ്യന്റെ ഒരു ഫ്ലെക്സ് അവിടെ കൊണ്ടുവച്ചു. പിടിച്ചില്ല. ആർക്കാ? BJP-ക്കാർക്ക്. പിന്നെ ഇവിടെ അങ്ങനെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഒന്നും BJP ഏറ്റെടുക്കാൻ നിൽക്കണ്ട. ഇവിടെ അല്ല, ആര് ഏറ്റെടുക്കുന്നു? നിങ്ങളായിട്ട് തരുമല്ലേ? തന്നാ പിന്നെ ഏറ്റെടുക്കുന്നു. ദൈവം തരുന്നു, ഞങ്ങൾ കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു. അല്ല, ഞാനൊരു അറിയാൻ പാടില്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുക എന്റെ ആശാനെ. ഈ പൊങ്കാല ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഈ ചൊറിയാൻ നടക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഈ പള്ളിപ്പെരുന്നാളിനൊന്നും ഈ ചൊറിച്ചിൽ കാണുന്നില്ലല്ലോ? എന്ന് നിങ്ങൾക്ക് ഈ BJP-യുടെ കൊടിയുടെ താഴെ തന്നെ കൊണ്ട് പിണറായി വിജയൻ സഖാവിന്റെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിക്കണമെന്ന് ഇവിടെ ഞങ്ങൾ ഈ നിങ്ങളുടെ CPM-ന്റെ കൊടിയുടെ താഴെ വന്ന് മോദിജിയുടെ ഒരു ഫ്ലക്സ് കൊണ്ട് വെക്കട്ടെ? അപ്പൊ കാണാലോ ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് നോവും എന്ന് പറഞ്ഞാൽ നോവും. അങ്ങോട്ട് നോക്കിക്കേ കണ്ട? അതെ, തുണി പറിച്ചടിച്ചതല്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വലിച്ച് കീറി ആ ചേട്ടൻ ഉടുക്കുന്നത് ഇതേപോലെ ഞാനൊരു കാര്യം പറയാം. അവനെ അങ്ങോട്ട് അതെ, എടുത്തുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തല്ലി ഓടിക്കും. അതെ, നമ്മൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ തിരിച്ചു കിട്ടിയ ടീമാ. തിരിച്ചു കിട്ടിയ അടിയൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സർക്കാർ ഖജനാവിൽ നിന്നാണ് കാശ് കൊടുത്തിരിക്കുന്നത്. അത് 10 ആൾ അറിയണം. പറയട്ടെ, അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ബാക്കി എല്ലാ മതക്കാർക്കും പിണറായി സർക്കാർ വാരിക്കോരി കൊടുക്കും. ഹിന്ദുക്കൾക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആടി ഉണ്ടാക്കത്തില്ല. ഹിന്ദു, ബാക്കിയുള്ള മതം അതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. ഞങ്ങൾ ചോദിച്ചത് വ്യക്തമായ ന്യായമായ കാര്യം. BJP-യുടെ ഈ പതാകയുടെ തൊട്ട് താഴെ എന്തിനാ ഈ പിണറായി വിജയൻ സഖാവ് വിളിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഫ്ലക്സ്? അതിന് തൊട്ട് താഴെ നമ്മുടെ നഗരസഭ കഴിഞ്ഞ തവണയൊക്കെ അതിന്റെ മുന്നേ തവണയൊക്കെ ഈ പൊങ്കാല ഈ നടക്കാത്ത പൊങ്കാലയ്ക്ക് ലക്ഷങ്ങൾ എഴുതി മേടിച്ച ടീമാ ഇവിടെ ഉള്ളത്. അതാരും BJP-യുടെ കൊടിയുടെ താഴെ എന്തിന് ഞങ്ങളുടെ സഖാവിന്റെ ഫ്ലെക്സ് വെച്ചെന്ന് വേറെ ഇരിക്കാൻ സ്ഥലമില്ലാത്തോണ്ടായിരിക്കും. അല്ല, അല്ലെങ്കിൽ തന്നെ അവന്മാരെ BJP ആക്കി നമ്മൾ മൂലയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എവിടെ ഒതുക്കി? അവന്മാർക്ക് ഇവിടെ എന്താണ് റോള്? പിന്നെ BJP-യുടെ തലയ്ക്ക് മുകളിൽ ഇവിടെ പിണറായിയുടെ തല ഉണ്ടാവും. അതെ, പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ആരുടെ ഫ്ലക്സ് ആയിരുന്നത് അല്ലെങ്കിൽ ആരുടെ പതാക ഇരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾ കൂടുതലൊന്നും വേണ്ട കേട്ടോ. അതായത് പിന്നെ കോർപ്പറേഷന് നേരെ നിങ്ങൾ അനാവശ്യമായ വിവാദം. അതെ, ഞങ്ങൾ പറയുന്നത് അനാവശ്യമാണല്ലോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആവശ്യം. നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അനാവശ്യമാണല്ലോ. അല്ലെങ്കിലും സുഹൃത്തുക്കളെ, താമോടും ആശാനെ പറയാ. ഒരു കാര്യം മനസ്സിലാക്കാം. ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്നത് മുഴുത്താൽ അത് അവസാനിക്കുന്നത് വരെ ആ പരിപാടി ഏറ്റവും ഗംഭീരമായി നടത്താൻ
ഓടി നടക്കുന്ന ആൾക്കാരാണ് കോർപ്പറേഷൻ. ഓടിയും ചാടിയും നടക്കുന്ന ആ കോർപ്പറേഷനെ കുറിച്ച് ഞങ്ങൾ കേട്ടതായിരുന്നു. കഴിഞ്ഞ അവിടുത്തെ കട്ട എന്ത് ചെയ്യേ? ലൈഫ് മിഷൻ കുറെ സമുച്ചയങ്ങൾ പണിയും എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി ആ കട്ട? എല്ലാ കട്ടകളും ഒരു കട്ട പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല. അതെ, ഒറ്റ കട്ടയെ പോലും മിസ്സാക്കില്ല. എല്ലാ കട്ടകളും വെച്ചിട്ടുണ്ട്. എല്ലാ കട്ടകളും നമ്മൾ പൂജിക്കുന്നു തോന്നുന്നു. പൂജിക്കാനായിട്ട് എത്തിക്കേണ്ടവരിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഭദ്രമായി. അത് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതെ, നമ്മുടെ എത്രയോ ചെറുപ്പക്കാരാണ് ഡിവൈഎഫ്ഐ SFI പിള്ളേരാണെന്ന് അറിയാമോ കട്ട പെറുക്കാൻ നടന്നത്? അതെ. ഒരു നയാ പൈസ ആ പിള്ളേരാണോ കക്കാനാണോ നടന്നത്? നയാ പൈസ ആ പിള്ളേർ ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ആവശ്യത്തിന് കൂടുതൽ കൈയിട്ട് വരുന്നുണ്ടല്ലോ. ഇത് ഞാൻ ചോദിക്കുന്നത്. തർക്കുത്തരം പറയണ്ട കേട്ടോ. തർക്കുത്തരല്ല ഞാൻ പറഞ്ഞ, ഇതാ ഞാൻ പറഞ്ഞ ഇവിടെ നിൽക്കില്ലായിരുന്നു, ഞാൻ പോകുന്നത് ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ല. താനാണ് എനിക്ക് പറ്റിയ എതിരാളി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ കോർപ്പറേഷൻ ആണ് ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഗംഭീരമായി നടത്താൻ മുന്നിട്ട് നിൽക്കുന്ന. നാളെ പറയൂ ഇത് ആറ്റുകാൽ പൊങ്കാല പേര് മാറ്റി ഓപ്പറേഷൻ പൊങ്കാല എന്നാക്കും മിക്കവാറും. പൊങ്കാല അത് മാറ്റി കോർപ്പറേഷൻ പൊങ്കാല എന്നാക്കിയോ. നല്ല പാട്ടല്ലേ? എന്താ ഒന്നും മൊഴിയാനില്ല സുഹൃത്തുക്കളെ. എന്റെ പാട്ടിൽ ലയിച്ചു പോയി തോന്നുന്നു. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളതാണ് പറയുന്നത്, ഇത്തവണയും ഒരു പിഞ്ചു കുഞ്ഞ് മേയർ ആര്യരാജനുണ്ട്. പക്ഷെ ആ പിഞ്ചു കുഞ്ഞിനെ പോലും നോക്കാതെയാണ് അയ്യോ അങ്ങനെ പറയരുത് സഖാവ് പൊങ്കാലയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്. പിഞ്ചു കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും നേരെ എടുത്ത് ആ നഗരസഭയിൽ ആ ചെയറിലിരുന്നു കൊണ്ട് ഒരു കൈയിൽ കുഞ്ഞ് ഒരു കൈയിൽ പേന. മാതൃക. അതെ അതെ, ആര്യരാജ്യത്തിന് മാത്രമല്ലേ ഉള്ളൂ ഇവിടുത്തെ കുഞ്ഞുപാവകൾ. ആട്ടണ്ട കേട്ടോ ഒരുപാടങ്ങ്. ഓ ശരി, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. മാതൃകയാണത്, സ്ത്രീ ശാക്തീകരണം. അതായത് നമ്മുടെ പിണറായി സർക്കാരിന് കീഴിൽ സ്ത്രീകൾ എത്ര സുരക്ഷിതരാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ അതിലൂടെ എടുത്തു കാണിക്കുന്നത്. അതെ അതെ, സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചൊന്നും പറയണ്ട. ഇവിടെ അതിരാവിലെ നടക്കാനിറങ്ങുന്ന സ്ത്രീകളുടെ സുരക്ഷ കഴിഞ്ഞ മാസം 2 മാസം മുന്നേ ഉള്ളൂ. ഇപ്പോ നമ്മൾ അധികം ഇപ്പൊ കേൾക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ജോഗിന് പോകുമ്പോൾ, സത്യം ജോഗിന് പോകുമ്പോൾ ഈ ജോഗിങ്ങിന് രാവിലെ ഓടാനും നടക്കാനും പോകുന്ന പെൺപിള്ളാരോട് അപമര്യാദയായി പെരുമാറിയ സെക്രട്ടറി പൊക്കിയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ സാർ? നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുന്നിൽ കൂടെ അറസ്റ്റ് ചെയ്തു, പിന്നിൽ കൂടെ വിട്ടുന്നൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. അല്ല ഞാനല്ല, പൊതുമധ്യത്തിലുള്ള ഒരു ചർച്ച, അതിനെ കുറിച്ച് മധ്യത്തിലുള്ള ചർച്ചയെ കുറിച്ച് പറയണ്ട കേട്ടോ. അതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പൊങ്കാലയാണ് നമ്മള് എല്ലാവരും ഒത്തുവരെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ഉത്സവങ്ങളെല്ലാം നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ രക്തത്തിൽ അങ്ങനെ അലിഞ്ഞു ചേർന്ന സാധനം. അതേ കണ്ട രോമാഞ്ചാണ് ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ്. അതെ, എന്തായിരുന്നു ആലപ്പുഴയിലെ നമ്മള് എത്ര ഉത്സവങ്ങൾ നമ്മളങ്ങനെ വേർതിരിച്ചു കാണണ്ട. എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ഉത്സവം തന്നെയാണ്. അതെ, കേരള സദസ് പോലുള്ള ഉത്സവങ്ങളല്ലേ നിങ്ങളുടെ ഉത്സവം അല്ലേ? അതൊരു ഉത്സവമല്ലേ? എന്ത് ഉത്സവം? ദൈവത്തെ വിശ്വാസം ഇല്ലാത്തവർക്ക് എന്ത് ഉത്സവം, എന്ത് ദൈവം? അല്ല, അതിപ്പോ എവിടെ നിന്ന് വന്നു? ദൈവങ്ങളെ വിശ്വാസമില്ല, അനിഷ്ടങ്ങളെ മാത്രമേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല, പൂജാതി കർമ്മങ്ങളിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ല. എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല, ഗണപതി എന്നൊക്കെ കേൾക്കും വലിയ ആവേശമാണല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ സുഹൃത്തുക്കളെ ഇതൊക്കെ തെറ്റിദ്ധാരണ പരത്തലാണ്. അതെ, നമ്മൾ അങ്ങനെ ഒരു മതത്തെ നമ്മൾ വേർതിരിച്ച് കാണുന്നതേ ഇല്ല. ഇവിടെ മതം ആരും കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ? മതം വേണ്ട, നമുക്ക് മതം വേണ്ട. സുഹൃത്തുക്കളെ, ഇയാളിങ്ങനെ കിടന്ന് ഓരോന്നൊക്കെ പറയും. എന്നിരുന്നാലും ഞാൻ പറയട്ടെ, പൊങ്കാല അതിഗംഭീരമായി ഈ സർക്കാർ നടത്തിയിരിക്കും. നടത്തിയില്ലെങ്കിൽ കാണാം, ജനം കേറി അങ്ങ് മേയുന്ന കാണാം. പിന്നെ ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയാണെങ്കിലും ആറ്റുകാൽ അമ്മയുടെ ഫ്ലെക്സ് ഇല്ലെങ്കിലും നമ്മുടെ മുഖ്യന്റെ ഫ്ലെക്സ് ഇവിടെ വേണം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാമേ, ഈ ആറ്റുകാൽ അമ്മയെ തൊട്ടുള്ള കളി അത് വേണ്ട. ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റും എന്താ വേണ്ടതെന്ന് നമുക്ക് നല്ലോണം അറിയാം. നമ്മുടെ കമ്മിറ്റിക്കാർക്കും ജനങ്ങൾക്കും ഒക്കെ നല്ലോണം അറിയാം. അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അത് ഗംഭീരമായി നടത്തണമെങ്കിൽ ഇവിടെ ഒരു സർക്കാർ വേണം. സർക്കാർ വേണം. സർക്കാരിന്റെ കാര്യമൊന്നും പറയല്ലേ, സർക്കാരിന്റെ കാര്യമൊന്നും പറയല്ലേ. നേരത്തെ കോർപ്പറേഷൻ അതിന്റെ കാര്യം തീരെ പറയല്ലേ. രാത്രി അവർ കോർപ്പറേഷൻ നല്ല കാര്യം ചെയ്യും, ഇല്ലെന്ന് പറയൂല. കാരണം അവിടെയെല്ലാം വൃത്തിയാക്കും. രാത്രിക്ക് രാമായണം അവർ വൃത്തിയാക്കിയിരിക്കും. അതിന് പാവം പിടിച്ച കുറെ ആൾക്കാരുണ്ടെന്നേ അതിന്റെ പിന്നിൽ പണിയെടുക്കാൻ. അതുകൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ കാണായിരുന്നു. അതിനെന്തായാലും കോർപ്പറേഷൻ ഒരു കൈയടി തന്നെ കൊടുക്കണം. ഒരു സൈഡിൽ കൂടെ കൈയടിച്ചാലും മറു സൈഡിൽ കൂടെ കൈയിട്ട് കാര്യമില്ലേ? പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞതാ. എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് പോകും. അതിനാര് പേടിക്കുന്നു? ഇവിടെ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങൾ ഇങ്ങനെ നെഞ്ചു പിരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങളുടെ മുഖ്യനുള്ളിടത്തോളം കാരണം 2 ഓട്ടേ കൂടെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അധികം അങ്ങോട്ട് നെഞ്ചു പിടിക്കണം. വയസ്സായില്ലേ, അതുകൊണ്ട്
എടോ ഇവിടെ വയസ്സാകുന്നതിലൊന്നും അല്ല കാര്യം. നമ്മുടെ വി എസ് സഖാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല? വി എസ് സഖാവ് എന്ത് പറഞ്ഞത്? അതായത് നിങ്ങളിപ്പോ മറ്റേ വയസ്സായ ഞങ്ങളുടെ മുക്കൻ വയസ്സായ മൂലയിൽ ഇരിക്കണം എന്നൊക്കെ നിങ്ങൾ തള്ളിയോണ്ട് നമ്മൾ പറയുന്നതാണ്. നമ്മുടെ വി എസ് സഖാവ് പറഞ്ഞിട്ടുണ്ട്, തല നരയ്ക്കുക നല്ല എന്റെ വൃദ്ധത്വം. നമ്മൾ ആ ലൈൻ പിടിക്കുന്ന ആൾക്കാരാണ് വി എസ് സഖാവിനെ. അതിന്റെ ലാസ്റ്റ് ഒരു പഞ്ച് ഡയലോഗ് പറയുന്നുണ്ട്, ഇന്നലെ പഠിച്ചിരിക്കുമല്ലേ, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ മുന്നിൽ തല കുനിക്കാത്തതാണ് എന്റെ യുവത്വം എന്ന്. പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ? അതും കൂടെ കേൾക്കാം. ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ, അതിങ്ങനെ ചോദിക്കുന്നു പലരും, അറിയാമോ അറിയാമോ ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ വിട്. വി എസ് സഖാവ് അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ. വയസ്സായ മനുഷ്യൻ, അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത്, പൂർണ്ണമായിട്ടും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ജീവിച്ചത്. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ. ആർക്കും ഒരു തെറ്റുമില്ല, ഒരു എതിർപ്പുമില്ല. അല്ല, അദ്ദേഹത്തിനെ അവിടെ ഇരുത്താൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയാം. പെട്ടെന്ന് എന്ത് പറ്റി ഒരു വി എസ് പ്രേമം പെട്ടെന്ന് പൊട്ടി മുളയ്ക്കാൻ? നമ്മള് വി എസിന്റെ ആൾക്കാർ പാർട്ടി ക്ലാസ്സിന് സമയമായി. അതെ പാർട്ടി ക്ലാസ്സിന് സമയം, അതായിരിക്കും. അപ്പൊ ശരി ആശാനെ, നിർത്താം. അത് തന്നെ, പിണങ്ങൊന്നും വേണ്ട. നമ്മള് ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫ്ലെക്സ് ഓർമ്മിക്കലേ? ഫ്ലെക്സ് ആണോ? ഫ്ലെക്സ് ആണോ? നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നിർത്തോ അങ്ങനെ? അപ്പം ആറ്റുകാലിൽ ഇനി ഫ്ലെക്സ് വെക്കോ? ആറ്റുകാലിൽ അമ്മയുടെ ഫ്ലെക്സ് മാത്രം മതി. അമ്മയുടെ വെക്കാം. ആറ്റുകാല അമ്മയുടെ വെക്കാം. എന്നാ കൊള്ളാം. ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആണോ? ഇങ്ങനെ നിൽക്കുന്നത്.